ഹായ്, ദിസ് ഇസ് മീ യുവർ നദിക. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും റെലവെൻ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. ബിക്കോസ് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് എന്താണ് ഈ സബ്ജക്റ്റിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്നൊക്കെയുള്ളൊരു സെർച്ചിലായിരുന്നു. ആൻഡ് ഫൈനലി ആ ഒരു ബിഗ് സബ്ജക്റ്റിലോട്ടുള്ള ഒരു ചെറിയൊരു ഹിൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. ആൻഡ് ആ ഒരു വൈഡ് ആയിട്ടുള്ള ടോപ്പിക് ഇസ് നൺ അതർ ദാൻ മെമ്മറി. മെമ്മറി അല്ലേ? ഓർമ്മയാണോ മെമ്മറി? അപ്പം ടീനേജേഴ്സിന് അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ ഗോയിങ്, ചിലപ്പം കോളേജ് ഗോയിങ് സ്റ്റുഡൻസ്, മെയിൻലി ഈ സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിനാണ് ഈ മെമ്മറി എന്നതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹമുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടി എന്താണ് ഈ മെമ്മറി, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ഈ മെമ്മറി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, കൂടാതെ തന്നെ അറ്റ് ദ എൻഡ് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മെമ്മറിയെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യാവുന്നത് എന്നുള്ളതും കൂടി പറഞ്ഞുതരാം കേട്ടോ. സോ എന്താണ് ഈ മെമ്മറി? മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ പഠിച്ച ഒരു കാര്യം വീണ്ടും ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നതാണ് മെമ്മറി. വളരെ ചെറിയൊരു ഡെഫിനിഷൻ അല്ലേ? ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഓർമ്മശക്തി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു പഠിക്കുന്ന ടോപ്പിക്കിന്റെ ലെങ്ത് ആണ്. ഇപ്പം നമുക്ക് ഒരു വലിയൊരു സബ്ജക്റ്റ്, ഒരു വലിയൊരു ചാപ്റ്റർ ഇന്നത്തെ ദിവസം പഠിക്കാൻ തന്നിട്ട് നാളെ അത് എക്സാം ഇടാൻ പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും എക്സാമിന്റെ സമയത്ത് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും മറന്നുപോകും. അത് എന്തുകൊണ്ടാണ്? കാരണം ഇത്രയും വലിയൊരു ടോപ്പിക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് ഇപ്പം ചെറിയൊരു ടോപ്പിക്കാണ് പഠിക്കാൻ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളത് പെട്ടെന്ന് തന്നെ ക്യുക്കായിട്ട് പഠിച്ച് ഓർത്തെടുത്ത് പഠിക്കുന്ന ചിലപ്പോൾ ക്യുക്കായിട്ടാവുമായിരിക്കും, പക്ഷെ ഓർത്തെടുത്ത് എഴുതാമായിരിക്കും. ആ ഒരു ചെറിയ ടോപ്പിക്കാണ്. ഇപ്പം സബ്ജക്റ്റിന്റെ ലെങ്ത് കൂട്ടുന്നതനുസരിച്ച് നമുക്ക് മെമ്മറൈസ് ചെയ്യാനൊരു ഡിഫിക്കൽട്ടി ഉണ്ടാവുന്നുണ്ട്. ഇനി ഇതിനുള്ള ടിപ്സ് ഒക്കെ പറഞ്ഞു തരാം കേട്ടോ അവസാനം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് നൺ അതർ ദാൻ ദ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ വി യൂസ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ലോങ് ടേം ആണെന്ന് പറഞ്ഞത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞാണല്ലേ. രണ്ടാമതായിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ആ ഒരു പഠിക്കുന്ന കാര്യത്തിന്റെ അർത്ഥം എന്നത്. ഇപ്പം നമുക്കിപ്പം ഒരു വലിയൊരു ബുക്ക് തന്നിട്ടുണ്ട്, അതിനകത്ത് ഒരുപാട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടേംസ്. അപ്പം ഒരു കുട്ടിയാണെങ്കിൽ നന്നായിട്ട് മനസ്സിലാക്കി അതിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുന്നു. മറ്റൊരു കുട്ടിയാണെങ്കിൽ ഓക്കെ ദാറ്റ് ഈസ് ദിസ് ഈസ് വാസ് ഈസ് ദെയർ എന്നുള്ള ഈസും വാസും ആസ് സച്ച് നമ്മൾ ആ ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്യുന്ന കൂടെ തന്നെ പഠിച്ചു പോകുന്നുണ്ട്. ആൻഡ് അറ്റ് ദ നെക്സ്റ്റ് ഡേ രണ്ടാമത്തെ പറഞ്ഞൊരു പേഴ്സണിന് പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ, അതായത് മെമ്മറൈസ് ചെയ്യാൻ അവിടെ ഡിഫിക്കൽട്ടി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ആ ഒരു കാര്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്തിടത്തോളം കാലം ഇറ്റ് സീംസ് ടു ബി വെരി ഡിഫിക്കൽട്ട് ടു മെമ്മറൈസ്. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ടൈം റിക്വയർഡ്. ഇപ്പം എത്ര ടൈമില് ഇപ്പം പഠിച്ച് തീർക്കുന്നതിനെ കുറിച്ച്. ഇപ്പം ഒരു അരമണിക്കൂർ പഠിക്കാനുള്ള ടോപ്പിക്ക് നമ്മൾ 5 മിനിറ്റ് പഠിച്ചു കഴിയും, പെട്ടെന്ന് നമുക്ക് പഠിച്ചു കഴിയും. പക്ഷേ അടുത്ത ദിവസം പോകുമ്പോഴത്തേക്കും നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പം ടൈം എന്ന് പറയുന്ന ഒരു കാര്യം, നന്നായിട്ട് സമയം എടുത്ത് മനസ്സിലാക്കി പഠിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പം ടൈം ഡു പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവർ മെമ്മറൈസേഷൻ പാർട്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ ഡിസ്ട്രാക്ഷൻസ്. നമ്മൾ പഠിക്കുന്ന സമയത്തായിക്കോട്ടെ അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്തായിക്കോട്ടെ, ഈ ഒരു 2 സമയത്തും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പരീക്ഷയുടെ സമയത്ത്, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു കാര്യം മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴായിരിക്കും അടുത്തിരിക്കുന്ന ആള് ബഹളം ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് ആ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഇരുന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആക്കുകയാണ് അവിടെ ചെയ്യുന്നത്. സോ ഡിസ്ട്രാക്ഷൻ ഡു പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ബ്രേക്കിംഗ് അവർ മെമ്മറൈസേഷൻ പാർട്ട്. ഇനി കുറച്ച് ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഒന്ന് ഏജ് ഓഫ് ദി ഇൻഡിവിജ്വൽ. പൊതുവേ നമ്മൾ പറയുന്നത് ചെറുപ്പക്കാരായിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാൻ കൊടുത്താൽ അവർക്ക് നന്നായിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. കാരണം ഒരു 16 to 25 പ്രായത്തിലുള്ളവർ
പ്രായത്തിലുള്ളവരാണ് കേൾക്കുന്നതെങ്കിൽ പറയട്ടെ, ദിസ് ഇസ് എ ബെസ്റ്റ് ടൈം ഫോർ യു. കാരണം നമ്മുടെ ബ്രെയിനൊക്കെ നന്നായിട്ട് വളർന്നിട്ടുള്ള ഒരു പീരീഡാണ്. അപ്പം പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ഓക്കെ, ഇനി രണ്ടാമത്തത്, ഇതിനിപ്പം ഇപ്പം ഫോർ എക്സാമ്പിള് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോവുക. അവിടെ കുറേ ഈ പറയുന്ന 18-നും 25-നും ഇടയ്ക്ക് പ്രായക്കാരൊക്കെ ഒരുപാടുണ്ട്. അവർക്കൊക്കെ ഫസ്റ്റ് ചാൻസിൽ കിട്ടി അങ്ങ് പോകുന്നുണ്ട്. ചിലവര് 70 വയസ്സായിട്ടും 80 വയസ്സായിട്ടും വന്നവിടെ നിന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ എല്ലാവരും കളിയാക്കും, ഓ പിന്നെ ഈ പ്രായത്തിൽ വന്നിട്ടല്ലേ പഠിക്കുന്നത്, ആ ഒരു അപ്രോച്ച് ആയിരിക്കും. പക്ഷേ ഞാൻ പറയട്ടെ, ഇഫ് വി ഡു ഹാവ് ദാറ്റ് ഇന്റേണൽ മോട്ടിവേഷൻ, അതായത് ആ ഒരു വിൽ ടു ലേൺ, ഡെഫിനറ്റ്ലി അതിന് ഏതൊരു പ്രായക്കാരായിക്കോട്ടെ ദേ വിൽ ബി ഏബിൾ ടു ക്രാക്ക് ഇറ്റ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ ഇന്റേണൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഏതൊരു ഫാക്ടറാണ്. രണ്ടാമത്തത് നമ്മുടെ ആ ഒരു വിൽ ടു ലേൺ. ഇനി പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇപ്പം നമുക്ക് നല്ല ഒരു ഇൻട്രസ്റ്റ് ആണ് ആ ഒരു പഠിക്കുന്ന സബ്ജക്റ്റിനോട് ഉള്ളത് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് മെമ്മറൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം തന്നെ ഇപ്പം ലേണിംഗ് എന്ന പ്രോസസ്സ് പറയുമ്പോഴത്തേക്കും അത് ഒരിക്കലും ബുക്ക് ലേണിംഗ് മാത്രമല്ല ഞാൻ പറയുന്നത്. ഇപ്പം ഡാൻസ് കളിക്കാൻ പോകുന്നതെന്ന് വിചാരിക്കാം, 2 കുട്ടികളുണ്ട്, എ ബി. ആൻഡ് എ എന്ന് പറയുന്നത് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ പാരൻസ് നിർബന്ധിച്ചു അതുകൊണ്ട് പോകുന്ന കുട്ടികൾ. ബി ആയിക്കോട്ടെ, ആ ഒരു വ്യക്തിക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, അതെങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണം എന്ന ഒരു ചിന്താഗതി. ഇപ്പം ഇപ്പം എന്തെങ്കിലും അരങ്ങേറ്റം നടത്തുന്ന സമയത്ത് ചിലപ്പം എ എന്ന വ്യക്തിക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലേ, ആൻഡ് ബി എന്ന വ്യക്തി നന്നായിട്ട് കളിച്ചു. ഈവൻ ദോ അവരെ പഠിപ്പിച്ച ടീച്ചേഴ്സ് സെയിം ആണ്, ആൻഡ് ദേ ആർ ബോത്ത് ഇന്റലിജന്റ്, ആൻഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് രണ്ടുപേർക്കും സെയിം സിറ്റുവേഷൻ ആയിരുന്നു. എന്തുകൊണ്ടായിരിക്കാം അവിടെ എ എന്ന പേഴ്സണ് ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നതും ബി എന്ന പേഴ്സണ് ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വരാത്തതും? ഇറ്റ്സ് ബിക്കോസ് രണ്ടാമത്തെ പേഴ്സൺ വാസ് വെരി ഇൻട്രസ്റ്റഡ് ഇൻ ഡൂയിങ് തിങ്സ്. അയാൾ നല്ല ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് അതിനനുസരിച്ച് അയാൾ അത് പഠിച്ചെടുത്തു. ഓക്കെ, ഇൻട്രസ്റ്റ് ഡു മാറ്റേഴ്സ്. ഇനി ഇന്റലിജൻസ്. അപ്പം പൊതുവെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾ അവർക്ക് മെമ്മറൈസ് ചെയ്യാനായിട്ടൊരു കപ്പാസിറ്റി കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. അപ്പം ഒരു വ്യക്തി, നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ നന്നായിട്ട് പഠിച്ചാണ്, ഞാനാണെങ്കിൽ ഉറങ്ങാതെ എനിക്ക് കുത്തിയിരുന്ന് പഠിച്ചാണ്, അവളും അവനൊക്കെ ആണെങ്കിൽ 24/7 ഉറക്കമാണ്, പക്ഷെ എനിക്ക് അവളെ അല്ലെങ്കിൽ അവനെക്കാട്ട് മാർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു അൺനെസസറി കമ്പാരിസൺ അവിടെ വരുന്നുണ്ട്. കമ്പാരിസണിന്റെ കാര്യം പോട്ടെ, ഇപ്പം ഇയാൾ ചെയ്യുന്ന തെറ്റും അവർ ചെയ്യുന്ന ഒരു ശരിയായുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവന് ഉറങ്ങാതെ ഇരുന്ന് പഠിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് തീർച്ചയായും ഉറക്കം എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഈ ഉറങ്ങുന്ന സമയത്ത് ഇത് നമ്മുടെ ബ്രെയിന് റെസ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മെമ്മറി പവർ കുറച്ചുകൂടി കൂടും. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി അടുത്തതായിട്ട് വരുന്നത്, നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ബോഡി വീക്കാണ്, എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് അസുഖങ്ങൾ ഉണ്ടെങ്കിൽ മെമ്മറൈസ് ചെയ്യാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അത് ലൈക്ക് ഇറ്റ്സ് പാർട്ട് ഓഫ് ദാറ്റ് ഡിസീസ്. നമുക്ക് ചിലപ്പോൾ ഒരു ഡിസീസ് കുറയുന്ന സമയത്ത് മെമ്മറൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ഡിഫിക്കൽട്ടിയൊക്കെ അങ്ങ് മാറുന്നേ ആയിരിക്കും കേട്ടോ. ഇനിയാണ് ദ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ആ വീഡിയോ, ദാറ്റ് ഇസ് ദ ടിപ്സ് ടു ഇംപ്രൂവ് മെമ്മറി. എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് നമുക്ക് നമ്മുടെ മെമ്മറി പവർ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് വർക്ക് ആൻഡ് സ്പേസ് മെത്തേഡ്. വർക്ക് ആൻഡ് സ്പേസ് മെത്തേഡ് പറയുന്നത്, നമ്മളിപ്പം പണ്ട് പോമഡോറോ ടെക്നിക്കൊക്കെ യൂസ് ചെയ്യുന്നവരാണ് ആണെങ്കിൽ, ഇഫ് പോസിബിൾ ലൈക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ പോമഡോറോ ടെക്നിക്കിനെ കുറിച്ചൊക്കെ. അല്ലെങ്കിൽ ടൊമാറ്റോ ടെക്നിക്കൊക്കെ നമ്മൾ പറയും. അപ്പം ഈ സമയത്ത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ കുറച്ച് സമയം, ഇപ്പം ഓരോ ആളുകൾക്കും മെമ്മറൈസ് ചെയ്യുന്ന കപ്പാസിറ്റിയൊക്കെ ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റുന്നത്, ഒരാളിപ്പം ഒരു 20 മിനിറ്റ്സ് പഠിച്ചു, അയാൾക്ക് ഒരു 5 മിനിറ്റ്സ് റെസ്റ്റ് എടുക്കാം. ആ 5 മിനിറ്റ്സ് കൊണ്ട് ഫോണിൽ കളിക്കാൻ എന്നുള്ളൊരു മീനിങ് അല്ല വരുന്നത്. വെറുതെ ഇരിക്കുക, കാമായിട്ടിരിക്കുക, ജസ്റ്റ് റിലാക്സ്, ഒന്ന് ബ്രീത്ത് ചെയ്യുക, അങ്ങനത്തെ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം മെമ്മറൈസേഷനിൽ ഫസ്റ്റ് മെത്തേഡാണ് വർക്ക് ആൻഡ് സ്പേസ് മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് കാര്യങ്ങൾ അസോസിയേറ്റ് ചെയ്യാം. ഇപ്പം തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഒരു പുതിയൊരാൾ എൻ്റെ അടുത്ത് വന്നു, എന്നിട്ട് പറഞ്ഞു എൻ്റെ പേര് കൃഷ്ണൻ എന്നാണെന്ന്.
വേറൊരാൾ പറഞ്ഞു എൻ്റെ പേര് ചക്യോൾസ് ഷ്യ, അങ്ങനെ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ടായിട്ടൊരു പേര് പറഞ്ഞു. ഫസ്റ്റ് ആളുടെ പേരായിരിക്കും ഞാൻ കൂടുതലും മെമ്മറൈസ് ചെയ്യാനുള്ളൊരു പ്രോബബിലിറ്റി കൂടുതൽ. കാരണം ഞാൻ ഉടനെ കൃഷ്ണ എന്നൊരു വ്യക്തിയാണെങ്കിൽ ലോർഡ് കൃഷ്ണനുമായിട്ട് ഉപമിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് മെമ്മറൈസ് ചെയ്യാനായിട്ടുള്ളൊരു ചാൻസ് കൂടുതലാണ്. മറ്റേ ആളാണെങ്കിലോ മെമ്മറൈസ് ചെയ്യാനായിട്ട് യാതൊരു ചാൻസ് പ്രോബിലിറ്റി ഞാനിവിടെ കാണുന്നില്ല. സോ അസോസിയേറ്റ് ചെയ്യുക, മുമ്പ് കണ്ട പ്രീവിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചോ വ്യക്തികളുടെ പേരൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്തതാണ് റിതം മെത്തേഡ്. അപ്പം റിതം മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം പഠിക്കുന്ന സമയത്ത് റിതം ഫോമാറ്റിൽ ഉണ്ടാക്കി വെക്കുന്നത് നന്നായിരിക്കും. ഇനി റെസിറ്റേഷൻ മെത്തേഡ്. റെസിറ്റേഷനും ഇപ്പം ഈ റിതം മെത്തേഡ് ആയിക്കോട്ടെ, റെസിറ്റേഷൻ മെത്തേഡ് ആയിക്കോട്ടെ, ഇവിടെ പറയുന്നത് നമ്മളിപ്പം കുഞ്ഞുനാളിൽ ABCD ഒക്കെ പഠിക്കില്ല. അപ്പം നമ്മൾ എന്തൊരു റിതം അവിടെ ഉണ്ട്, ABCDEFG. അപ്പം EFG നമ്മൾ ആ ഒരു കുറച്ച് വേർഡ്സിനെ ഒരുമിച്ച് കാണുന്നുണ്ട്. ഇപ്പം LMNOP ഇത്രയും വേർഡ്സ് നമ്മൾ ഒരുമിച്ചാണ് മെമ്മറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അതുപോലെ നമ്മൾ പഠിക്കുന്ന മറ്റു കാര്യങ്ങളും ഇങ്ങനത്തെ ഒരു റിതം അല്ലെങ്കിൽ റെസിറ്റേഷൻ ഫോമിലാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈവൻ ദോ നമുക്ക് അന്ന് നമ്മൾ കുഞ്ഞിലെ ABCD പഠിച്ച സമയത്ത് ABCD ഓരോ വാക്കുകളും പഠിക്കുന്നതിന് മുമ്പ് തന്നെ ചിലപ്പം ഈ പാട്ടും ഈ ഒരു റിതമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പം അത് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അല്ലേ. ഇനി അടുത്തായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇനി നമുക്ക് അടുത്തതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഹോൾ ആൻഡ് പാർട്ട് മെത്തേഡ്. അപ്പം ഈ മെത്തേഡാണ് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, വലിയൊരു പാരഗ്രാഫ് പഠിക്കാൻ പറയുമ്പോഴത്തേക്കും അത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി. അതിന് പകരം വലിയൊരു ടോപ്പിക് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിന് ചെറിയ ചെറിയ പാർട്ടാക്കി പഠിക്കാം. ഇപ്പം എനിക്ക് പഠിക്കേണ്ടത് എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന ചാപ്റ്ററാണ്. അപ്പം അതിനകത്തുള്ള പോർഷൻസ് ഞാൻ എടുത്ത് നോക്കാം. അപ്പം അതിനകത്ത് എനിക്കുള്ളത് കിഡ്നി എന്താണെന്ന് പഠിക്കണം, യൂറിറ്റർ എന്താണെന്ന് പഠിക്കാം, യൂറിനറി ബ്ലാഡർ, യൂറിത്ര. അപ്പം ഞാൻ ഇതിനെ 4 ഡിവൈഡ് ചെയ്ത്, വീണ്ടും ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ നെഫ്രോണ് 5 പാർട്ടാക്കി ഞാൻ ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഓരോ ദിവസവും ഞാൻ ഓരോരോ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പഠിക്കും. മറ്റേത് ഇത്രയും വലിയൊരു പാരഗ്രാഫ് വന്നിട്ടുണ്ട്, ഇതെല്ലാം കൂടി മെമ്മറൈസ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും ഡിഫിക്കൽട്ടായിരിക്കും. ഇൻസ്റ്റെഡ് വലിയൊരു പാർട്ടിനെ ഓരോരോ ചെറിയ ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് അതിനെ നമുക്ക് വീണ്ടും റീകളക്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മെത്തേഡാണ് യൂട്ടിലൈസേഷൻ ഓഫ് ഓൾ ദ സെൻസസ് ആസ് പോസിബിൾ. അതായത് ഇപ്പം നമ്മളെ ഒരു ടീച്ചർ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. അപ്പം ടീച്ചർ പ്രസന്റേഷൻ രൂപത്തിലാണ് പഠിക്കുന്നത്. അപ്പം നമ്മളത് കാണുന്നു, അപ്പം നമ്മളത് കണ്ടുകൊണ്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അതേ ടീച്ചർ പറയും കൂടി ചെയ്യുന്നുണ്ടല്ലോ, ഓരോ കാര്യങ്ങളും പോയിന്റ് മാർക്ക് ചെയ്ത് പറയുക. അപ്പം നമ്മൾ കേട്ടുകൊണ്ട് പഠിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തത്, ടീച്ചർ പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ റെസ്പോണ്ട് ചെയ്യും. അപ്പം റെസ്പോണ്ട് ചെയ്ത് പഠിക്കുന്നുണ്ട്. ഇനി നമ്മൾ ടീച്ചർ പറയുന്നതിന് കൂടെ തന്നെ എഴുതി പോവുകയാണെങ്കിൽ അവിടെ കൈനസ്റ്റിക് ആയിട്ട്, അതായത് നമ്മൾ എഴുതുകയും കൂടി ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ടീച്ചർ ഒരു കാര്യം പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ പല സെൻസസ് ആണ് ഞാൻ അവിടെ ഉപയോഗിക്കുന്നത്. കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, പറയുന്നുണ്ട്, എഴുതുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ അതാണ് യൂസിങ് ഓൾ ദ സെൻസസ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തയാണ് പുട്ടിങ് ഓൾ ടൈം ടുഗെദർ. അതായത് എല്ലാ കാര്യങ്ങളും കൂടി ഇപ്പം പെട്ടെന്ന് എൻ്റെ തലയിൽ കുറേ കാര്യങ്ങളും കൂടി പെട്ടെന്ന് എടുത്ത് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും അതൊക്കെ പോട്ടെ, കുറേ കാര്യങ്ങൾ ഇങ്ങനെ അവിയൽ രൂപത്തിൽ കിടക്കുമ്പോഴത്തേക്കും നമുക്കത് മെമ്മറൈസ് ചെയ്യാൻ പറ്റണമെന്നൊന്നുമില്ല. ഇൻസ്റ്റെഡ് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുക. ഫോർ എക്സാമ്പിൾ എക്സ്ക്രീറ്ററി തന്നെ ആയിക്കോട്ടെ, അതിൻ്റെ യൂറിറ്റർ എന്ന പോർഷൻ പഠിക്കാം. അതിനകത്ത് കുറേ ഉണ്ട്. അതിൻ്റെ ഷേപ്പ് എവിടെയാണ്, സൈസ് എവിടെയാണ്, ഫംഗ്ഷൻ എന്താണ് എന്നൊക്കെ പല ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ എന്ത് ചെയ്യും? ആദ്യം 1 ഇൻട്രഡക്ഷൻ, രണ്ടാമത്തത് സൈറ്റ് ആൻഡ് സിറ്റുവേഷൻ, മൂന്നാമത്തത് സൈസ് ആൻഡ് ഷേപ്പ്. അങ്ങനെ ഈ പറയുന്ന യൂറിറ്റർ ആയിക്കോട്ടെ, യൂറിനറി ബ്ലാഡർ ആയിക്കോട്ടെ, എല്ലാ പോർഷൻസിനും ഞാൻ ഓരോന്നിനും കൃത്യമായുള്ള ഓർഡർ കൊടുക്കും. 1 ഇൻട്രഡക്ഷൻ ആണ്, 2 സൈറ്റ് ആൻഡ് സിറ്റുവേഷൻ ആണ്, 3 സൈസ് ആൻഡ് ഷേപ്പ് ആണ്. ഓരോന്നിനും ഞാൻ
ഈച്ച് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇനി നമുക്ക് യൂസ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ് അക്രോണിം. അതായത് ഇപ്പം കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയുണ്ട്. ഒരു ടേബിളിൽ പെന്നിരിക്കുന്നു, പെൻസിലിരിക്കുന്നു, ഇപ്പം റബ്ബർ ഇരിക്കുന്നു. അപ്പം ഇതെല്ലാം കൂടി ഓർത്തെടുക്കാൻ വേണ്ടി പറയുമ്പോഴത്തേക്കും നമുക്ക് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇൻസ്റ്റെഡ് ഓരോ ഒബ്ജക്റ്റിൻ്റെയും പെൻസിലിന്റെ ഫസ്റ്റ് വേർഡ് എടുക്കുക, പെൻസിലിന്റെ ഫസ്റ്റ് വേർഡ് എടുക്കുക. അങ്ങനെ ആ ഒരു വലിയ എന്തൊക്കെ സബ്ജക്റ്റ് ആണല്ലോ ഒബ്ജക്റ്റ് ആണോ അവിടെ ഇരിക്കുന്നത് അതിന്റെ ഫസ്റ്റ് ലെറ്റർ എടുത്തിട്ട് ആ ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു വേർഡ് ഫ്രെയിം ചെയ്യുക. അതാണ് നമ്മൾ അക്രോണിമിൽ പറയുന്നത്. ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് വിബ്ജിയോർ. അപ്പം റെയിൻബോയിലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറാണ് ഈ വയലറ്റും ഇൻഡിഗോയും ബ്ലൂവും ഗ്രീനും യെല്ലോയും ഓറഞ്ചും റെഡും. അപ്പം എൻ്റെ കളർ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ വിബ്ജിയോർ ആലോചിക്കും. അപ്പോഴത്തേക്ക് എനിക്ക് ഈ കളേഴ്സ് എല്ലാം പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം എനിക്ക് വേർഡ് ഉണ്ടാക്കാം. ഇൻസ്റ്റെഡ് ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ടൊരു സെന്റൻസോ ഒരു കഥയോ ആണ് ഉണ്ടാക്കുന്നതെങ്കിലും ഞാനിപ്പോൾ ഒരു സെന്റൻസ് ഉണ്ടാക്കി അതിനെ നമ്മൾ അക്രോസ്റ്റിക് എന്ന് വിളിക്കും. ഓക്കെ, ഇഫ് ഐ മേക്ക് ഇപ്പോൾ എല്ലാ ടേംസിൻ്റെയും കൂടി ഫസ്റ്റ് വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു കഥ പോലെ അല്ലെങ്കിൽ സെന്റൻസ് പോലെ ഉണ്ടാക്കുന്നതാണ് അക്രോസ്റ്റിക്. ഇനി അടുത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് നിമോണിക്സിൻ്റെത്. അപ്പോൾ നിമോണിക്സിനകത്ത് വരുന്നത് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. നിമോണിക് ലിങ്ക് സിസ്റ്റം, പിന്നെ മെമ്മറി ടെക്സ്റ്റ് സിസ്റ്റം, മെത്തേഡ് ഓഫ് ലോക്കി ആൻഡ് ചങ്കിങ്. സോ നിമോണിക്സ് എന്ന് പറയുന്നത് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. അപ്പോൾ ആദ്യത്തെയാണ് നമ്മുടെ നിമോണിക് ലിങ്ക് സിസ്റ്റം. നിമോണിക് ലിങ്ക് സിസ്റ്റം പറയുന്നത് നമ്മൾ ഇപ്പം കുറേ ടേംസ് ഉണ്ട് അതിനെ കഥ പോലെ ആക്കുന്നതാണ്. നമ്മൾ നേരത്തെ അക്രോസ്റ്റിക് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അവിടെ ഒരു സെന്റൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കഥയായിട്ട് ഫോം ചെയ്യാൻ വേണ്ടി പറ്റും. മീനിങ്. അപ്പോൾ അടുത്തയാണ് മെമ്മറി പെക് സിസ്റ്റം. മെമ്മറി പെക് സിസ്റ്റം പറയുന്നത് നമ്മൾ നമ്പർ ചെയ്യുന്നുണ്ട്. ഇപ്പം 1 for sun, 2 for moon, 3 for chocolates, അങ്ങനെ പറഞ്ഞ് നമുക്ക് നമ്പർ ചെയ്യാൻ വേണ്ടി പറ്റും. അതൊരു മെത്തേഡാണ്. പിന്നെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം ലിങ്ക് സിസ്റ്റം കഴിഞ്ഞു, പെക് സിസ്റ്റം കഴിഞ്ഞു, മെത്തേഡ് ഓഫ് ലോക്കി. ഇത് ലൊക്കേഷൻ വെച്ചിട്ടാണ്. ഇപ്പം ഞാനാണെങ്കിൽ ഒരു ആനിമലിനെ എടുത്തു, ആനിമലിൻ്റെ ഓരോരോ പാർട്സ്, ഇപ്പം കണ്ണ്, മൂക്ക്, അപ്പം കണ്ണിൻ്റെ അവിടെ ഇത് അങ്ങനെ മീൻസ് ലൊക്കേഷൻ വെച്ച് ഞാനാണെങ്കിൽ പഠിക്കുന്നതിനാണ് മെത്തേഡ് ഓഫ് ലോക്കിയിൽ വരുന്നത്. ആൻഡ് അടുത്തയാണ് ചങ്കിങ്. ചങ്കിങ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ SMS പോട്ടെ. ഇപ്പം ചില ആളുകൾ നമ്പറൊക്കെ ആലോചിച്ച് വയ്ക്കുമ്പോഴത്തേക്കും കൂടിപ്പോയാൽ ഇപ്പം ഞാൻ നമ്പർ ഒന്ന് ആലോചിച്ച് വയ്ക്കുന്നെങ്കിൽ 94978557. അപ്പം ഞാൻ ഒരുമിച്ച് 94 ഒരുമിച്ച് 97. അപ്പം എനിക്ക് ഒരുമിച്ച് 2 നമ്പറോ അല്ലെങ്കിൽ 857 3 നമ്പറോ ആലോചിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇപ്പം ചില മീൻസ് ആലോചിക്കുക മാത്രമല്ല ഓർത്തെടുത്ത് പറയാൻ പറ്റുന്നുണ്ട്. അപ്പം മാക്സിമം പോയാൽ ഒരു 5 to 7 നമ്പറൊക്കെയാണ് കൂടുതലായിട്ടും ഒരുമിച്ച് ആലോചിച്ച് വയ്ക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പം നമുക്ക് നമ്പേഴ്സിനെ ഒരുമിച്ച് ഓർത്തെടുത്ത് വയ്ക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും മെത്തേഡ്സ് ഓഫ് the ways of improving memory ആണ് നമ്മളിത് ഡിസ്കസ് ചെയ്തത്. അപ്പം ലെറ്റ് മീ ടെൽ യു ദാറ്റ് എല്ലാ മെത്തേഡ്സും ഒരുപാട് മെത്തേഡ്സ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓരോ സിറ്റുവേഷൻ നമുക്ക് ഓരോരോ മെത്തേഡ്സ് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്താണ് മെമ്മറി, എന്തൊക്കെ കാര്യം കൊണ്ടാണ് ലൈക്ക് ഫാക്ടേഴ്സ് വിച്ച് ആർ ഇൻഫ്ലുവൻസിങ് മെമ്മറി, കൂടാതെ അറ്റ് ദ എൻഡ് നമ്മൾ മെമ്മറി പവർ അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യുന്ന ഒരു പവർ എങ്ങനെ കൂട്ടാം എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ഇത് ഐ ഹോപ്പ് ദാറ്റ് ഈ ഒരു മെത്തേഡ്സിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവർക്ക് ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, നമുക്ക് എന്തെങ്കിലും ഒരു മെമ്മറി പ്രോബ്ലം അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ്സ് യൂസ് ചെയ്യുക. ആൻഡ് ഒരിക്കലും നമുക്ക് ബുദ്ധി കുറവായതുകൊണ്ട് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റാത്തതാണ് എന്ന് ചിന്തിക്കരുത്. ഇൻസ്റ്റഡ് there are many factors as I discussed about നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ ഏജ് ഇല്ലെങ്കിലും ദാറ്റ് വിൽ പവർ ടു ഡു റിയലി മാറ്റേഴ്സ്. ഓക്കെ, അപ്പം ഈ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം നമ്മുടെ മെമ്മറിയെ നന്നായിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഐ ഹോപ്പ് ദാറ്റ് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന്. And I'll be back with yet another video. So I'm signing out and this is me, Nantika. Bye.